ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ SSLC ഓണം എക്സാമിന് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം. അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അല്ലേ, ഏതൊക്കെ ഹോർമോൺസ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏത് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഏത് ഗ്രന്ഥിയാണ് ആ ഹോർമോൺസ് ഉണ്ടാക്കുന്നത്, ഈ കാര്യങ്ങൾ നമ്മളുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കാതെ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഓണം എക്സാമിന് പോകരുത്. അത് മാത്രമല്ല, ഇന്നുള്ള നമ്മളുടെ ആ ഒരു മാരത്തൺ ലൈവ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ബയോളജിയുടെയും അതേപോലെ തന്നെ കെമിസ്ട്രിയുടെയും ലൈവ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കറക്റ്റ് 7:30 നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരിക. ഓക്കെ, സോ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ് നമ്മളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, നമ്മളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, ഇത് എൻ്റെ മക്കൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം, എത്രയാണ് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്. അപ്പോൾ ഇത് നോർമൽ എന്ന് പറയുന്നത് 70 to 110 mg/100 ml ആണ്. ഓക്കെ, ഇതാണ് ഒരു നോർമൽ ലെവൽ. ഇതിൽ കൂടിയാൽ പ്രശ്നമാണ്, ഇതിൽ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പം നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. പക്ഷേ അത് കൂടി തന്നെ നിൽക്കില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ കുറയാറുണ്ട് അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ബിരിയാണി അല്ലെങ്കിൽ കപ്പ അങ്ങനെ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ചിലപ്പോൾ ഒരു 120 അല്ലേ, ഒരു 130 ഒക്കെ ആവുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അത് നോർമലിലേക്ക് വരും. നമ്മൾ ചിലപ്പോൾ 2 ദിവസം നമുക്ക് നല്ലപോലെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, നമ്മൾ പട്ടിണി കിടക്കുകയാണെന്ന് കരുതാം. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും അല്ലേ, ഒരു 50 ആയിട്ട് മാറും. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ മരിച്ചു പോകുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെഗുലേഷൻ, അതായത് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാനും കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാനും പറ്റുന്നത്? അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് നമ്മുടെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കാണുന്ന നമ്മുടെ പാൻക്രിയാസ് ഗ്ലാൻഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പാൻക്രിയാസ് ഗ്ലാൻഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പാൻക്രിയാസ് ഗ്രന്ഥി. ഓക്കെ, പാൻക്രിയാസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥി. അപ്പോൾ ഈ പാൻക്രിയാസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഒരു കൂട്ടം സെൽസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്. ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ പറയുക ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഓക്കെ, ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ്. അതിനെയാണ് നമ്മൾ പറയുക ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഓക്കെ, 2 ടൈപ്പ് സെൽസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് നമ്മുടെ ബീറ്റാ സെൽസും ബീറ്റാ കോശങ്ങളും ആൽഫ സെൽസും ആൽഫ കോശങ്ങളും. ഇങ്ങനെ 2 ടൈപ്പ് സെൽസാണുള്ളത്, ബീറ്റാ സെൽസും ബീറ്റാ കോശങ്ങൾ, ആൽഫ സെൽസ് ആൽഫ കോശങ്ങൾ. ഇതിൽ ബീറ്റാ സെൽസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ അത് കുറയ്ക്കുന്ന ആളാണ് ഇൻസുലിൻ. ഓക്കെ, ആൻഡ് അടുത്തത് എന്താണ്, നമ്മൾ ആൽഫ സെൽസ് ഉണ്ടാക്കുന്ന ഗ്ലൂക്കഗോൺ. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുക കേട്ടോ, ഗ്ലൂക്കഗോൺ. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഈ 2 ഹോർമോൺസും ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് ആണ്. പക്ഷേ പാൻക്രിയാസിലെ 2 ടൈപ്പ് സെല്ലാണ്. ഇതാണെങ്കിൽ ബീറ്റാ സെൽസ് ആണ്, ഇതാണെങ്കിലോ ആൽഫ കോശങ്ങൾ അല്ലെങ്കിൽ ആൽഫ സെൽസ് ആണ്. അതേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇവരെങ്ങനെയാണ് ഇവരുടെ റെഗുലേഷനും നമ്മളുടെ എക്സാമിന് ചോദിക്കും അല്ലേ. അപ്പോൾ മിസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചാർട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ, രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ് എത്രയാണ്, ഇത് നമ്മുടെ ബ്ലഡാണ്. അപ്പോൾ ഇതൊരു സാധാരണ അളവാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 to 110 mg/100 ml ആണ്. ഇതാണ് രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ്. ഇനി ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ വെള്ള കുത്തുകളാണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഇവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയില്ലേ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തു. ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കൂടിയപ്പോൾ ആര് വരുന്ന നമ്മൾ പറഞ്ഞത്, നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ വരും. ഇൻസുലിൻ
ഈ ഇൻസുലിൻ 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന് മിസ് ഇവിടെ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ മസിൽസാണ്, പേശികളാണ്. രണ്ടാമത്തെ നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരളാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ മസിലാണ്, പേശികൾ. രണ്ടാമത്തെ നമ്മുടെ ലിവറാണ്, കരളാണ്. അപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിനെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഗ്ലൂക്കോസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. എന്താക്കി മാറ്റണം? പക്ഷേ ഗ്ലൂക്കോസ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്താക്കും? ഈ ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ കുറേ എന്താ ഉള്ളത്? ഗ്ലൂക്കോസ് ആണുള്ളത്. നമുക്ക് ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ട് നമ്മുടെ ലിവറിലും അതുപോലെ മസിൽസിലും പേശികളിലും സംഭരിക്കും, സ്റ്റോർ ചെയ്യും. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലേക്ക്, കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാം. ഓക്കെ, ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുക? കുറേ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഒന്ന് ഗ്ലൂക്കോസിനെ സെൽസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നു. രണ്ടാമതായിട്ട് ഗ്ലൂക്കോസിനെ മാറ്റി ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയതിന് ശേഷം ലിവറിലും മസിൽസിലും പേശികളിലും കരളിലും സംഭരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്തായി? നമുക്ക് ഈ കൂടിയ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പറ്റി. വീണ്ടും 70 to 110 mg/100 ml ആയി. ഇനി അടുത്ത അവസ്ഥ നോക്കിക്കേ മക്കളെ. സാധാരണ ഇത്ര ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കണ്ട ഒറ്റ പഞ്ചസാരയേ ഉള്ളൂ. അപ്പോൾ ആര് വരും? നമ്മുടെ പാൻക്രിയാസിലെ ആൽഫ സെൽസ് അല്ലെങ്കിൽ ആൽഫ കോശങ്ങൾ വരും. ഈ ആൽഫ സെൽസ് അല്ലെങ്കിൽ ആൽഫ കോശങ്ങൾ എന്തുണ്ടാക്കും? ഗ്ലൂക്കഗോൺ. അപ്പോൾ ഗ്ലൂക്കഗോൺ 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നാമതായിട്ട് ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഇവിടെ നമ്മുടെ ലിവറിലും അതേപോലെ തന്നെ മസിൽസിലും ഗ്ലൈക്കോജൻ ഉണ്ടല്ലേ, ഗ്ലൈക്കോജൻ. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റണം? ഈ ഗ്ലൈക്കോജനെ നമ്മൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. ഗ്ലൈക്കോജൻ ഇവിടെ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. ആൻഡ് ഇവിടെ നമുക്ക് അമിനോ ആസിഡുകളുണ്ട്, അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡിനെ എന്താക്കി മാറ്റുക? അമിനോ ആസിഡിൽ നിന്നും നമുക്ക് ഗ്ലൂക്കോസ് ഫോം ചെയ്യാം. അമിനോ ആസിഡിൽ നിന്ന് എന്ത് രൂപപ്പെടുന്നു? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ കുറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മുടെ 2 ഹോർമോണുകൾ പ്രവർത്തിക്കുക. ഒന്ന് ഇൻസുലിൻ കൂടിയ ഗ്ലൂക്കോസിനെ കുറയ്ക്കും, നമ്മുടെ ലിവറിലും മസിലിലും പേശികളിലും അതേപോലെ തന്നെ കരളിലും ഗ്ലൈക്കോജനാക്കി മാറ്റും. രണ്ടാമത്തെ കോശങ്ങളിലേക്ക് പ്രവേശിക്കും, സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടും. രണ്ടാമതായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ സെൽസിൻ്റെ ഗ്ലൂക്കഗോൺ വരും. ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അതേപോലെ തന്നെ നമ്മളുടെ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കും. സിമ്പിൾ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ മക്കൾ, ഇത് എന്തായാലും പഠിക്കുക. ഇനി നമ്മുടെ ഗ്ലൂക്കോസ്, ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കാരണം. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം കൂടിയ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നത് ഇൻസുലിനാണ്. പക്ഷേ ഇൻസുലിൻ ഹോർമോൺ ശരീരത്തിൽ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെ കൂടും. ആ ഒരു രോഗാവസ്ഥ ഏതാണ് ആ ഡിസീസ്ഡ് കണ്ടീഷൻ എന്ന് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങൾക്ക് ഈസിയായി മനസ്സിലായെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. ആൻഡ് നമ്മുടെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക 7:30.